എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 41 42 വാക്യങ്ങൾ. ലൂക്കോസ് 19-ന്റെ 41 42. അവൻ നഗരത്തിനെ സമീപിച്ചപ്പോൾ അതിനെ കണ്ട് അതിനെക്കുറിച്ച് കരഞ്ഞു. ഈ നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണിനെ മറഞ്ഞിരിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ വാര ചിന്തകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹോശന ഞായർ കഴിഞ്ഞ് കർത്താവിൻ്റെ അനുഭവങ്ങളെ ധ്യാനിക്കുന്ന ആഴ്ചയിൽ വിശുദ്ധ ലൂക്കോസ് അവതരിപ്പിക്കുന്നത് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്ന കർത്താവ് യെരുശലേമിനെ നോക്കി കരയുന്ന, സങ്കടപ്പെടുന്ന രംഗമാണ്. ശമൂവേലിൻ്റെ 2-ാം പുസ്തകം 15-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദാവീദ് തലമൂടിയും ചെരുപ്പിടാതെയും നടന്ന് കരഞ്ഞും കൊണ്ട് ഒലിവ് മലയുടെ കയറ്റം കയറിപ്പോയതായി കാണുന്നു. ഒരേ സ്ഥലത്താണ് ഈ രണ്ട് സംഭവങ്ങളും. 1000 വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ദാവീദിന്റെ പശ്ചാത്തലം തൻ്റെ മകൻ അബ്ശാലോമിൽ നിന്നുണ്ടായ പ്രശ്നമായിരുന്നു. അങ്ങനെ ഒലിവ് മലയുടെ കയറ്റം കയറി കരഞ്ഞുകൊണ്ടായിരുന്നു ദാവീദ് പോയത്. എന്നാൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച യേശു ഒലിവ് മലയുടെ ഇറക്കം ഇറങ്ങി വരുമ്പോൾ യെരുശലേമിനെ നോക്കി കരയുകയായിരുന്നു. ദാവീദ് തനിക്ക് സംഭവിക്കാനുള്ള അനർത്ഥത്തെ ഓർത്താണ് കരയുന്നത്. എന്നാൽ യേശു അനുതപിക്കാത്ത പട്ടണത്തിന് സംഭവിക്കാൻ പോകുന്ന ദുരന്തത്തെ ഓർത്ത് വിലപിക്കുന്നു. രണ്ടുപേരും കരഞ്ഞു. എന്നാൽ ആ കരച്ചിൽ രണ്ടും വ്യത്യസ്തങ്ങളായിരുന്നു. സ്വന്തം അപ്പനോട് മത്സരിക്കുന്ന അബ്ശാലോം പിതാവിന് വെല്ലുവിളി ഉയർത്തുകയും പിതാവിന്റെ സിംഹാസനം തട്ടിയെടുക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. യെരുശലേമിനെ ലക്ഷ്യമാക്കിയാണ് അബ്ശാലോമിന്റെ ആഗമനം. ദാവീദ് രാജാവ് യെരുശലേമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ യേശു യെരുശലേമിനെ ലക്ഷ്യമാക്കി യാത്ര ചെയ്യുകയാണ്. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള നിശ്ചയദാർഢ്യത്തോടും ഒരുതരം രാജകീയ പ്രൗഢിയോടും കൂടെയാണ് യെരുശലേമിൽ യേശു പ്രവേശിക്കുന്നത്. പട്ടണത്തെ പ്രകമ്പനം കൊള്ളിച്ചുള്ള ഒരു ജൈത്രയാത്രയായിരുന്നു അത്. ദാവീദിന്റെ പരാജയ ഭീതിയോടുകൂടെയുള്ള പലായനത്തിൽ തനിക്ക് സംഭവിച്ചിരിക്കുന്ന ദുർവിധിയിൽ മനം നൊന്ത് കരയുമ്പോൾ ദാവീദിന്റെ സന്തതിയിൽ ജനിച്ച യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് സമാധാന പ്രഭുവായി സഞ്ചരിക്കുന്നു. സ്വന്തം പുത്രന്റെ ഭീഷണിക്ക് വഴങ്ങി പിന്തിരിയുന്ന ദാവീദും വരാൻ പോകുന്ന എതിർപ്പുകളെയും ക്രൂശുമരണത്തെയും മുമ്പിൽ കണ്ട് ധീരനായി നീങ്ങുന്ന യേശുവിൻ്റെ ചിത്രവും രണ്ടും ഒരുപോലെ നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ വിമോചകനായ യേശുവും സ്വന്തം കസേര മാറിപ്പോകുമോ എന്ന് വിലപിക്കുന്ന ദാവീദും, ഇതിൻ്റെ ഒരു എൻകൗണ്ടർ ചിന്ത നമുക്ക് ആവശ്യമാണ്. റോമാനുഗത്തിൻ്റെ കീഴിൽ അടിമകളെ പോലെ ജീവിക്കുന്ന ജനതയാണ് യേശു മശിഹ ദർശിക്കുന്നത്. ദാവീദ് ആ ജനതയുടെ രാജാവായി തൻ്റെ കസേര പോകാതെ സൂക്ഷിക്കണം എന്ന ഒരടങ്ങാത്ത അഭിവാഞ്ചിയോടുകൂടിയാണ് നിൽക്കുന്നത്. ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, ഹോശന്ന എന്ന് ജനം ആർത്തുകൊണ്ടിരുന്നു. കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് വാഴ്ത്തപ്പെട്ടവനെന്ന് ലൂക്കോസ് പറയും. മർക്കോസിലാണ് കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു യെരുശലേമിനെ നോക്കി കരഞ്ഞു. വരാൻ പോകുന്ന തൻ്റെ മരണത്തെ കണ്ടുകൊണ്ടല്ല, യെരുശലേമിൻ്റെ ശോചനീയമായ അവസ്ഥ കണ്ടുകൊണ്ട് കരഞ്ഞു. ദാവീദ് രാജാവ് യെരുശലേം പട്ടണത്തെ സ്നേഹിച്ചിരുന്നു.
എന്നാൽ തനിക്ക് നേരിട്ടിരിക്കുന്ന അനർത്ഥം ഓർത്ത് തൻ്റെ സഹായികൾക്ക് സംഭവിച്ചിരിക്കുന്ന ദുരന്തങ്ങൾ ഓർത്തും കരയുകയായിരുന്നു. ദാവീദിന്റെ ദുഃഖം വളരെ ന്യായമായത് തന്നെ ആയിരുന്നു. എന്നാൽ യേശുവിന്റെ ദുഃഖം അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിരുന്നു. മശിഹായുടെ വരവിനെ തിരിച്ചറിയാൻ സാധിക്കാതെ പോയ പട്ടണത്തെയും തൻ്റെ പ്രവർത്തനങ്ങളെയും ദൈവത്തിൻ്റെ പ്രവർത്തനമായും തിരിച്ചറിയാൻ കഴിയാത്തവരെയും ഓർത്താണ് യേശു ദുഃഖിക്കുന്നത്. നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നാണ് ഒരു പ്രലോഭനം. അവസരം നഷ്ടമാക്കിയവരെയും തിരിച്ചറിയാതെ പോയവരെയും, പിതാവെ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയാതെ ചെയ്യുന്നവരെയും ഓർത്തുകൊണ്ടാണ് യേശു കരയുന്നത്. സ്വയത്യാഗം, കരുതുന്ന സ്നേഹം, ഇവയുടെ അർത്ഥമൊന്നും ഈ ജനം അറിയുന്നില്ല. അപ്പോൾ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നു. രാജാവായി പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മാനവ ജാതിയെ വിടുവിക്കുന്ന പ്രത്യാശയുടെ, പ്രതീക്ഷയുടെ, വിമോചനത്തിന്റെ, സ്നേഹത്തിന്റെ രാജാവായി കർത്താവ് യെരുശലേമിൽ പ്രവേശിച്ചു. ഈ വിശുദ്ധ വാര ചിന്തകളിൽ ഒന്നാമതായി ഈ ഒരു വേദഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതുകൊണ്ട് കർത്താവിൻ്റെ യാത്ര നമ്മുടെ വീണ്ടെടുപ്പിൻ്റെ മുന്നോടിയായിട്ടുള്ള യാത്ര, ക്രൂശ് മരണം വഹിക്കാനുള്ള യാത്ര, മരണം മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാത്ര. ആ യാത്ര ചരിത്രത്തിലെന്നും ദീപ്തമായി നിൽക്കുന്ന യാത്രയാണ്. ഒരുപാട് യാത്രകൾ ലോക ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ യാത്ര സ്വയം ഏൽപ്പിച്ചു കൊടുക്കുന്ന യാത്രയാണ്. ക്രിസ്ത്യാനിറ്റി ഇങ്ങനെ ഒരു യാത്രയുടെ ഭാഗമാണ്. സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ, സ്വയം ത്യജിക്കാൻ, വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായും കർത്താവിൻ്റെ നൊമ്പരങ്ങളോടും യാതനകളോടും പാടുകളോടും അനുരഞ്ജനപ്പെടുന്നവരായി ഈ വിശുദ്ധ വാരത്തിൽ നമുക്കും ദൈവത്തോടു കൂടെ സഞ്ചരിക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, മനോഹരമായ പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവേ, അങ്ങയുടെ പാടുകളെയും മരണത്തെയും ഓർക്കുന്ന ഈ ദിനങ്ങളിൽ ഞങ്ങളും ജീവിതം കൊണ്ടും മനസ്സുകൊണ്ടും അതിനോട് അനുരഞ്ജനപ്പെടാൻ, ഏകീഭവിക്കാനുള്ള കൃപ നൽകണമേ. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളിലും ഭാരങ്ങളിലും യാത്രകളിലും ഒക്കെ കൂടെ ഇരിക്കണമേ. കഷ്ടതകളുടെ മധ്യത്തിൽ പതറാതെ നിൽപ്പാനുള്ള കൃപ നൽകണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരുണയുടെ, നന്മയുടെ പുതിയ അനുഭവങ്ങളിലൂടെ നടത്തണമേ. യേശു മശിഹാ മൂലമടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും കൃപയും നമ്മോട് നമ്മുടെ ആവശ്യങ്ങളോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.